യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറയുന്ന സാക്ഷ്യവചനങ്ങൾ നമുക്ക് ബൈബിളിൽ കാണാം. We can see the words of testimony said by John about Jesus Christ. യോഹന്നാന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനം യേശുവിന് വഴിയൊരുക്കുവാൻ ആയിരുന്നു എന്ന് പ്രവാചകന്മാർ പറയുകയാണ്. And the prophets did prophesy that John came in order to make the way for Jesus Christ. യോഹന്നാന്റെ പിന്നിൽ ഒരു വലിയ സമൂഹം ശിഷ്യന്മാരുണ്ടായിരുന്നു. And behind John there was a great troop and an army of disciples. ആ ശിഷ്യന്മാരെ യോഹന്നാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു എന്ന് നാം ഇവിടെ വായിച്ചു കേൾക്കുകയാണ്. And here we have heard that these disciples were taught how to pray. ആ പ്രാർത്ഥന എവിടെയാണ്, ആ പ്രാർത്ഥന എങ്ങനെയാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ ഒക്കുന്നില്ല. Though we know it, but we do not know where it is and how it was prayed. ആകയാൽ ശിക്ഷകണത്തിൽ ഒരുവൻ തങ്ങളുടെ ഗുരുവായ യേശുവിനോട് പറയുന്നു, Therefore one among the disciples says unto their master Jesus, ഗുരു, ഞങ്ങളെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. Lord, teach us how to pray. ഈ പ്രാർത്ഥനയെ പൊതുവെ യേശുവിൻ്റെ പ്രാർത്ഥന എന്ന് ക്രൈസ്തവർ വിശേഷിപ്പിക്കാറുണ്ട്. And this prayer is commonly known as the Lord's Prayer. നമുക്ക് ചുരുങ്ങിയ സമയം ഈ പ്രാർത്ഥനയുടെ ആഴങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണം. And within the short span of time, we have to go to the depths of this prayer. ആകയാൽ ഇത് വിശുദ്ധ ബൈബിളിലെ ഒരു പ്രധാന ഭാഗമാകൊണ്ട് Because it is an important portion in the Holy Bible, നമുക്ക് ഇതിൻ്റെ ചില ആഴങ്ങളിലേക്ക് ഇറങ്ങി നമുക്ക് ചിന്തിക്കാം. we have to go into the depth of the scripture and understand. യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയാണിത്. One, this is the prayer taught by Jesus to his disciples. എന്നാൽ പിൽക്കാലത്ത് സ്ലീഹന്മാർ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചതായി ബൈബിളിൽ എങ്ങും പറയുന്നില്ല. But later we do not see that the disciples did pray like this. യേശുവിനെ അനുഗമിച്ച സ്ലീഹന്മാരായ പത്രോസോ യോഹന്നാനോ യാക്കോബോ പിന്നീട് ക്രൈസ്തവ ലോകത്തിൽ വളരെ ശോഭയോടെ ഉദിച്ചുയർന്ന പൗലോസ്ലിയായ ഒന്നും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചതായി ബൈബിളിൽ കാണുന്നില്ല. We do not see Peter, John, James or even St. Paul, who was the shining star of the Christian world, praying in this manner. എങ്കിലും പാരമ്പര്യമായി ഈ പ്രാർത്ഥന ക്രൈസ്തവർക്കിടയിലുണ്ട്. Yet this prayer is a tradition among the Christian world. അച്ചടിച്ച് കിട്ടിയ പേപ്പറിലെ ഒരക്ഷരം പോലും തെറ്റാതെ ബാല്യകാലത്തിൽ തന്നെ ക്രൈസ്തവർ ഈ പ്രാർത്ഥന പഠിക്കുകയാണ്. Right from their childhood, as it is written in the paper, without even a spelling mistake, they by heart this prayer. യേശുവിന് ശേഷമുള്ള സ്ലീഹന്മാരുടെ ലേഖന ചരിത്രം പഠിക്കുമ്പോൾ When we look into the epistles written by the disciples following Jesus, അവരുടെ പല ലേഖനങ്ങളിലും അവരുടെ പ്രാർത്ഥനാ വാക്കുകളെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. we can see the words of prayer uttered by them written down over പക്ഷേ there. അവിടെ ഒന്നും യേശു പഠിപ്പിച്ച പ്രാർത്ഥന അവർ പ്രാർത്ഥിച്ചതായി കാണുന്നില്ല. But we do not see the Lord's prayer taught over there in any manner. അപ്പോൾ നാം ചോദിച്ചേക്കാം, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് പാപമാണോ? Then we might ask, is it a sin to pray likewise? ഇല്ല, ഇതൊരിക്കലും പാപമല്ല. No, not at all. ഇത് യേശു തൻ്റെ സ്ലീഹന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. Because this prayer is taught by Jesus to his എന്നാൽ ഇന്ന് disciples. നാം ക്രൈസ്തവ ലോകത്തിലേക്ക് നോക്കുമ്പോൾ But today when we look into the Christian world, വേർപെട്ടു വന്നിട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പിൽ പെന്തക്കോസ് അതുപോലെയുള്ള ഗ്രൂപ്പുകൾ and in the Pentecostal world and all these Protestant groups, അവർ ഈ പ്രാർത്ഥന പൊതുവെ ചൊല്ലാറില്ല. they do not utter this Lord's Prayer. എന്നാൽ നാമധേയ ക്രൈസ്തവ പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോൾ But when we look into the backgrounds of the nominal Christian ഈ groups, പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. this prayer is of great importance over there. പലപ്പോഴും തങ്ങളുടെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായി പുരോഹിതന്മാർ ചുമത്തുന്ന ഒരു ശിക്ഷയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന 10 പ്രാവശ്യം 5 പ്രാവശ്യം ഒക്കെ ചൊല്ലാൻ പറയും. And many a times when they commit sin and when they go for confession, the priest would give them as a chastisement to pray this prayer 10 times and 50 times. എന്നാൽ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിൽപ്പെട്ടവർ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നില്ല. But the people of the Pentecostal background do not pray this ഈ prayer. പ്രാർത്ഥനയുടെ ആഴങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ But when we go to the depths of this prayer, യേശു പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിപ്പീൻ. Jesus says that when you pray, you should pray in this manner. ലൂക്കോസിന്റെ സുവിശേഷം
11 അധ്യായം 1 തുടങ്ങി താഴേക്കുള്ള വചനങ്ങളിൽ In the Gospel of Luke, chapter 11, verse 1 and down and following, ആ പ്രാർത്ഥനയുടെ വരികൾ എടുത്തെഴുതിയിരിക്കുകയാണ്. the prayer and its lyrics has been written over there. ഇത് ദീർഘമായ പ്രാർത്ഥനയല്ല. It's not a long prayer. ഇത് യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. It's a prayer taught by Jesus to his ഇതിന്റെ disciples. ആഴങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ When we look into the depth of it, ഇതിൽ പ്രധാനമായ 6 കാര്യങ്ങളെയാണ് നാം കാണുന്നത്. we do see 6 important things over there. അതിൽ 3 കാര്യങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയുള്ള വാക്കുകളാണ്. And among that, 3 things are for the glory of the name of the Lord. അടുത്ത 3 കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നവന്റെ വ്യക്തിപരമായ ആവശ്യമാണ്. And the next 3 things are the needs of the personal needs. അങ്ങനെ 3 6 കാര്യങ്ങളാണ് ഇതിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. Therefore, 3 plus 3, 6 things have been included in this prayer. ഇത് യേശുവിന്റെ ക്രൂശുമരണം തുടങ്ങി പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വരുന്നത് വരെയുള്ള സംഭവ ചരിത്രമാണ് ഇതിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. And the content which is included in this prayer is right from the day of the crucifixion until the day of Pentecost. അതിന്റെ പ്രാരംഭ വരികളിലേക്ക് വരുമ്പോൾ When we come to the initial words, യേശു പറയുകയാണ്, Jesus is saying, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ when ye pray, ഇപ്രകാരം പ്രാർത്ഥിപ്പീൻ. pray in this manner: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. Our Father which art in heaven. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. Our Father which art in heaven. യേശുവിന്റെ വാക്കിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാം, From these words we can understand സ്വർഗം ഒരു നല്ല കുടുംബമാണ്. that heaven is a great family. ആ കുടുംബത്തിൽ നമുക്കൊരു പിതാവുണ്ട്. And in that family we have a father. ആ പിതാവിന് വലിയൊരു ഭവനമുണ്ട്. And in that house there is a big palace. ആ തിരുവെഴുത്തൊന്ന് വായിച്ചാട്ട്. Can you read that scripture portion? അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചൊല്ലേണ്ടത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. Our Father which art in heaven. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. Our Father which art in heaven. അപ്പോൾ സ്വർഗത്തിൽ നമുക്കൊരു പിതാവുണ്ട്. Therefore we have a Father in heaven. നാം എല്ലാവരും ആ പിതാവിന്റെ മക്കളാണ്. And we all are that Father's children. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. Because no one has seen God. പക്ഷേ പിതാവിന്റെ മടിയിലിരുന്ന യേശു ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഭൂമിയിലേക്ക് വന്നതാണ്. But Jesus, who was sitting in the lap of the Father, came into this world to reveal him. ഈ പ്രപഞ്ചത്തിന്റെ മനോഹരത്വം നോക്കുമ്പോൾ തന്നെ Looking into the beauty of this universe, സ്വാർത്ഥരഹിതമായ സ്നേഹത്തിന്റെ ഉറവിടമാണ് ദൈവം എന്ന് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും. we can understand that God is the source of selfless love. വീണ്ടും യേശു എന്തു പറയുന്നു? What is Jesus saying? നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. Hallowed be thy name. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. Hallowed be thy name. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിപ്പീൻ. When ye pray, pray in this manner: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. Our Father which art in heaven. അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. Hallowed be thy name. ദൈവത്തിന്റെ നാമം എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ When we study the name of the Lord, ഭക്തനായ ശലോമോൻ ഒരിക്കൽ പറഞ്ഞിരിക്കുന്നു, and the devout Solomon once said, നിന്റെ നാമം പകർന്ന തൈലം പോലിരിക്കുന്നു. your name is like unto an oil. നിന്റെ നാമം പകർന്ന തൈലം പോലിരിക്കുന്നു. Your name is like unto an oil. ദൈവ നാമത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ When we study about the name of the Lord, ബൈബിളിൽ അനേക പ്രാവശ്യം ദൈവനാമത്തിന്റെ മഹിമ പറഞ്ഞിരിക്കുന്നത് കാണാം. we can see the glory of the name of the Lord mentioned many times. സ്വർഗത്തിലെ സൈന്യവുമായുള്ള ബന്ധത്തിൽ, In accordance with the hosts of the heaven, അല്ലെങ്കിൽ സ്വർഗീയ ദൂതന്മാരുമായുള്ള ബന്ധത്തിൽ, or in accordance with the angels of the heaven, അവിടെ സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. it is mentioned he is the Lord of hosts. മനുഷ്യവർഗവുമായുള്ള ബന്ധത്തിൽ നാം പഠിക്കുമ്പോൾ But when we study in connection with man, പ്രവാചകനായ യെശയ്യാവ് പറയുന്നു, prophet Isaiah says, വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു അവന്റെ നാമം. his name is Redeemer. അവൻ സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. One, his name is he is the Lord of hosts. വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു അവന്റെ നാമം. Again, his name is the Redeemer. പ്രവാചകനായ ആമോസ് പറയുമ്പോൾ, But then prophet Amos say, പ്രവാചകൻ പറയുന്നു യഹോവ എന്നാകുന്നു അവന്റെ നാമം. and the prophet says that his name is Jehovah. ഇപ്പോൾ യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. And now Jesus is teaching them to pray. നിന്റെ നാമം
വിശുദ്ധീകരിക്കപ്പെടണമേ. Let thy name be hallowed. പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. O Father, hallowed be thy name. പിതാവായ ദൈവത്തിൻ്റെ നാമം എവിടെയാണ് വിശുദ്ധീകരിക്കപ്പെട്ടത്? Where was the Father's name hallowed? ഇത് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ക്രൂശിലായിരുന്നു. It was hallowed on the cross of Calvary. പിശാച് ലോകാരംഭം തുടങ്ങി തന്നെ Right from the beginning of this world, അവൻ ദൈവത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. Satan always accused God, ദൈവം എല്ലായ്പ്പോഴും സ്വാർത്ഥതയുള്ള വ്യക്തിയാണെന്നും and that God is always selfish. ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളുടെയും വേദനയുടെയും പിന്നിൽ ദൈവമാണെന്നും Behind all the sorrows and disappointments of man is God, ദൈവം കരുണയില്ലാത്തൊരു ക്രൂരനാണെന്നും and that God is kindless and cruel, ദൈവം എല്ലായ്പ്പോഴും ആരാധനാപ്രിയനാണെന്നും and that he is always looking for worship. അങ്ങനെ സാത്താൻ അവന്റെ ദുഷ്ടത ദൈവത്തിന്റെ മേൽ ചാർത്തി മനുഷ്യ മനസ്സിൽ ഒരു വിരൂപമായ രൂപമാണ് വരച്ചത്. And in this manner Satan put out all his wickedness in God and made in a carnal nature. എന്നാൽ അങ്ങനെയല്ല ദൈവമെന്നും, But that's not how God is. ദൈവത്തിന്റെ രൂപം സ്നേഹമാണെന്നും, But his image is love, ദൈവം നമ്മുടെ പിതാവാണെന്നും, and that he is our Father, ആ പിതാവിന് മനോഹരമായൊരു ഭവനമുണ്ടെന്നും, and that he has a beautiful home, നാം എല്ലാവരും ആ ഭവനത്തിന് അവകാശിയാണെന്നും and that we all are the heirs of that home. യേശു തന്നെ അനുഗമിച്ചവരോട് പറയുകയാണ്. Jesus is telling it unto his disciples. എന്നാൽ ദൈവത്തിന്റെ നാമം പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെട്ടത് But the name of the Lord was hallowed, നമ്മുടെ കർത്താവായ യേശുവിന്റെ ക്രൂശിലായിരുന്നു. was at the cross of our Jesus. പൗലോസ്ലീഹ പറയുന്നു, St. Paul says, അവൻ പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. he made a punishment for flesh. ദൈവം എല്ലാ കാലത്തും നീതിമാനാണ്. Because God is righteous all the time. ദാവീദ് ദൈവത്തെ കണ്ടിട്ട് പറയുന്നു, Even David seeing Jesus said, അവൻ നീതിയോടെ വിധിച്ചുകൊണ്ട് തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. and he judgeth with righteousness and establisheth his ദൈവം throne. എല്ലാ കാലത്തും നീതിമാനാണ്. Because God is righteous all the time. അതോടൊപ്പം തന്നെ ദൈവം കരുണയുള്ളവനാണ്. And above that, he is merciful. ഒരിക്കലും ഒരു ന്യായാധിപന് കരുണയും നീതിയും തമ്മിൽ ചേർത്ത് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. Nowhere a judge can go together with kindness as well as righteousness. ഞാൻ ഒരു ന്യായാധിപനായിരിക്കുന്നുവെങ്കിൽ, If I am a judge, എൻ്റെ അടുക്കൽ രണ്ടുപേർ വന്നു ചേർന്നാൽ, if two people come unto me, ഞാൻ നീതിയോടെ വിധിക്കുന്നെങ്കിൽ, if I do it with righteousness, അവനോട് എനിക്ക് കരുണ കാണിക്കാൻ ഒക്കത്തില്ല. I may not be able to show mercy to ഞാൻ him. അവനോട് കരുണ കാണിച്ച് അവനെ വിട്ടയച്ചാൽ, But if I show mercy and pardon him, അവൻ നിമിത്തം വേദനപ്പെട്ടവന് നീതി ലഭിക്കത്തില്ല. the person, the victim will not be righteous. അതുകൊണ്ടാണ് പറയുന്നത് കരുണയും നീതിയും തമ്മിൽ ഒരിക്കലും ചേർന്ന് പോകത്തില്ല. That's why it says kindness and righteousness cannot go hand ബൈബിൾ in hand. പറയുന്നു ദൈവം നീതിമാനാണ്. But the Bible says God is righteous. അതേ ബൈബിൾ പറയുന്നു ദൈവം കരുണയുള്ളവനാണ്. And again the same Bible says God is അപ്പോൾ എങ്ങനെയാണ് merciful. ഈ കരുണയും നീതിയും തമ്മിൽ ചുംബിക്കുന്നത്? So how does merciful and mercy and kindness, നീതിയോടെ അവൻ ഇരുന്ന് സിംഹാസനത്തിൽ ഇരുന്ന് വിധിച്ചു. that he ruled on his throne with righteousness. അതിനാണ് പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, That's why St. Paul, when he writes the epistle to പാപം Corinthians, അറിയാത്തവനെ he who knew no sin, നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് but we to become the righteousness of God, പിതാവായ ദൈവം അവനെ പാപിയാക്കി തീർത്തു. Father Lord made him a sinner. വീണ്ടും പൗലോസ് പറയുന്നു, Again St. Paul says, ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കേണ്ടതിന് to fulfill what the law couldn't, അവനെ ജഡത്തിൽ പാപത്തിന് ശിക്ഷ വിധിച്ചു. he was chastised in the flesh for sin. ലേഖനം 8:3 വരുമ്പോൾ, Coming to Romans chapter 8 and verse 3, അവിടെ പൗലോസ്ലീഹ പറയുകയാണ്, St. Paul is saying, ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പിക്കേണ്ടതിന് what the law could not do in order to be fulfilled, ദൈവം തന്റെ പുത്രനെ ജഡത്തിൽ അയച്ച് അവന് ശിക്ഷാവിധി വരുത്തി. God sent his own son and made a condemnation for sin in the flesh. 8:3 വായിച്ചാൽ, Chapter 8 verse 3 shall be read. അടുത്തത്
പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. Sin was condemned in the flesh. അവൻ പാപത്തെ വിട്ടുകളഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നീതിമാനാകുകയില്ല. If he had left off that sin, he would never be righteous. മനുഷ്യവർഗത്തിന്റെ പാപത്തെ വിട്ടുകളയുന്നെങ്കിൽ ദൈവം നീതിമാനല്ല എന്ന് സാത്താൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. If the sin of man was left off, then God would be accused as unrighteous. പക്ഷേ പാപത്തിന് തക്കവണ്ണം അവൻ മനുഷ്യവർഗത്തെ ശിക്ഷ വിധിക്കുന്നെങ്കിൽ അവൻ ഒരിക്കലും കരുണയുള്ളവനല്ല എന്ന് സാത്താൻ പറഞ്ഞുകൊണ്ടിരുന്നു. But then if he had punished man according to the sin, then Satan would always accuse he is not kind. യേശു എന്താണ് പറയുന്നത്? So what is Jesus saying? പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. Oh Father, hallowed be thy name. നീ നീതിമാനാണെന്ന് സ്വർഗവും ഭൂമിയും കീഴെ പാതാളവും അറിയണമേ. May the heaven and the earth and the heights beneath understand that thou art righteous. നീ കരുണയുള്ളവനാണെന്ന് സ്വർഗവും ഭൂമിയും കീഴെ പാതാളവും അറിയണമേ. May the heaven and the earth and the heights beneath understand that thou art merciful. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. Hallowed be thy name. ആകയാൽ യേശുവിന്റെ ക്രൂശ് മരണത്തിൽ പിതാവായ ദൈവത്തിന്റെ നീതി വെളിപ്പെടുകയാണ്. So the righteousness of Father God is revealed on the cross of Calvary. പാപമറിയാത്തവനെ ഭൂമിയിലേക്ക് അയച്ച് The one who knew no sin was sent into this world. പാപം ചെയ്ത മനുഷ്യവർഗത്തിന്റെ പാപം അവന്റെ മേൽ ചുമത്തി The sin of man was cast upon him അവനെ പാപമാക്കി തീർത്ത് and was made into sin. അവൻ അനേകരുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. Bore the sin of many and climbed upon the cross. അപ്പോൾ സാത്താൻ പറഞ്ഞു, ദൈവം നീതിമാനാണ്. Then Satan said he is righteous. അവൻ നീതിയോടെ വിധിച്ചുകൊണ്ടാണ് തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. And he is seated on his throne judging righteously. വീണ്ടും റോമാലേഖനം 3-ാം അധ്യായം 25-ാം വാക്യത്തിൽ വരുമ്പോൾ Again coming to Romans chapter 3 and verse 25. ദൈവത്തിന്റെ നീതി നിമിത്തം അവൻ ശിക്ഷാവിധി നടത്തി എന്നാണ് പൗലോസ് പറയുന്നത്. Again St. Paul says that he has made the remission by his righteousness. എന്നാൽ അവന്റെ ക്രൂശിനെ നോക്കി പശ്ചാത്തപിക്കുന്ന ഒരു പാപിയുടെ അറിയായ്മയുടെ പാപം ദൈവം ക്ഷമിക്കുമ്പോൾ, And when a man who confesses his sin looking on the cross and the Lord forgives his unknown sin, അവിടെ ദൈവത്തിന്റെ കരുണ വെളിപ്പെട്ടു വരികയാണ്. there the mercy of the Lord is being revealed. യേശുവിന്റെ മേൽ ന്യായവിധി നടത്തിയപ്പോൾ ദൈവനീതി വെളിപ്പെട്ടു വന്നു. When the judgment was made upon Christ, the righteousness of God was അവൻ revealed. അനേകരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും വഹിച്ചുകൊണ്ട് അവൻ ക്രൂശിൽ കയറി. He took on the iniquities and the sins of many and died on the cross. അവന്റെ ക്രൂശ് മരണത്തെ നോക്കി വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും To any man who looks on that cross and believes in his അവന്റെ death, അറിയായ്മയുടെ കാലത്തെ ദൈവം ക്ഷമിച്ച് അവനോട് കരുണ ചെയ്യുകയാണ്. the Lord is pardoning his time of ignorance and showing mercy to him. ഇത് കണ്ടാണ് സാത്താൻ സർവായുധ വർഗം വെച്ച് ക്രൂശിൽ കീഴടങ്ങിയത്. And seeing this is what Satan kept off all his weapons and surrendered. കരുണയും നീതിയും തമ്മിൽ ചുംബിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. Mercy and righteousness have kissed each other. കരുണയും നീതിയും തമ്മിൽ ചുംബിച്ചു. Kindness and righteousness have kissed each അവിടെ other. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ നാമം ക്രൂശിൽ വിശുദ്ധീകരിക്കപ്പെട്ടു. And that's how the name of the Father Lord was hallowed. യേശുവിന്റെ ക്രൂശിനെ നോക്കിയാൽ ദൈവത്തിന്റെ നീതിയെ നമുക്ക് കാണാം. Looking on that cross, we can see the righteousness of Father യേശുവിന്റെ God. ക്രൂശിനെ നോക്കി വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറയുന്നവനെ അവന് സ്വർഗം ക്ഷമിക്കുന്നത് കാണുമ്പോൾ ദൈവത്തിന്റെ കരുണയെ കാണാം. And when we see that the heavens pardon a man who look on the cross and confess his sins, we see the mercy of God. അങ്ങനെ ദൈവത്തിന്റെ നാമം ക്രൂശിൽ വിശുദ്ധീകരിക്കപ്പെട്ടു. And that's how the name of the Lord was hallowed. അത് കഴിഞ്ഞു പോയിട്ടുള്ള സംഭവമാണ്. And that's a thing that has already been done. രണ്ടാമതായി യേശു പ്രാർത്ഥിക്കാൻ പറയുന്നത്, Again, Jesus says to pray, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണമേ. let thy will be done in heaven as so in earth. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, Our Father which art in heaven, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. hallowed be thy name. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണമേ. Thy will be done as in heaven so in earth. സ്വർഗത്തിൽ ഒരുക്കിയ പദ്ധതി ഭൂമിയിൽ നിവർത്തിക്കപ്പെടണമെന്ന് യേശു ശിഷ്യന്മാരോട് പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെടുകയാണ്. Jesus is asking his disciples that the plan that is made in heaven should be fulfilled on earth. യേശുവിന്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനം യാദൃച്ഛികമായിരുന്നില്ല. The arrival of Jesus into this world wasn't coincidental. യേശു ദൈവിക പദ്ധതിയുമായിട്ടാണ് ഭൂമിയിലേക്ക് വന്നത്. Jesus came with a divine plan.
ഓരോ ദിവസവും പ്രഭാതത്തിൽ അവൻ പിതാവിനെ നോക്കി പറയുമായിരുന്നു. Every day, early in the morning, he would look unto the Father and say. അതേ വാക്ക് പൗലോസ്ലീഹ എബ്രായ ലേഖനത്തിൽ എടുത്തെഴുതിയിരിക്കുകയാണ്. And the same words has been written again by St. Paul in Hebrews. എബ്രായ ലേഖനം 10-ാം അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ Coming to Hebrews chapter 10, verse 5 and 6. അവിടെ യേശുവിൻ്റെ വാക്ക് പൗലോസ് എടുത്തെഴുതിയിരിക്കുന്നു. There, the words of Jesus has been quoted over there. ദയവായി വായിച്ചാൽ. Shall we read? ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, ഇതാ ഞാൻ വരുന്നു. Behold, I come. പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നുവെന്ന് അവൻ പറയുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഇത് യേശുവിന്റെ വാക്ക് വിശുദ്ധ പൗലോസ്ലീഹ എടുത്തെഴുതിയിരിക്കുകയാണ്. Words of Jesus quoted by St. Paul over here. പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ, As it is written in the volume of the book. ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. O God, I come to do thy will. യേശു ഈ ലോകത്തിലായിരിക്കുമ്പോൾ When Jesus was in this world, അവൻ ഓരോ ദിവസവും പ്രഭാതത്തിൽ നിർജ്ജന പ്രദേശത്ത് പോയി പിതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. every day, early in the morning, he would go to a deserted place and go and pray. അപ്പോഴൊക്കെയും ഈ വചനം ഏറ്റു പറയുമായിരുന്നു. And on all those prayers, he would confess these ഇതാ words. ഞാൻ വരുന്നു നിന്റെ ഇഷ്ടം ചെയ്യുവാൻ. Lo, I come to do thy will. പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ, In the volume of the book, as it is written of me. അപ്പോൾ പുസ്തക ചുരുളിൽ എന്തൊക്കെയോ യേശുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. So there was something that was recorded in the volumes of the book. എന്താണ് പുസ്തക ചുരുളിൽ യേശുവിനെ കുറിച്ച് എഴുതിയ ദൈവ ഇഷ്ടം? And what was the will of God written by Jesus in the volume of the യേശു book? ജനിക്കുന്നതിന് 700 വർഷം മുമ്പേ ജീവിച്ചിരുന്ന And one who lived 700 years before Jesus. പ്രവാചകനായ യെശയ്യാവ് അതിനെക്കുറിച്ച് പറഞ്ഞത്, Prophet Isaiah, he said likewise. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 10-ാം വാക്യത്തിൽ വരുമ്പോൾ, The 53rd chapter and the 10th verse when we read. അവിടെ യെശയ്യാവ് പറയുന്നു, There Prophet Isaiah says, അവനെ തകർത്ത് കളവാൻ പിതാവിന് ഇഷ്ടം തോന്നി. Yet it pleased the Lord to bruise him, അവന്റെ പ്രാണനെ ഒരകൃത്യയാഗമാക്കി തീർത്തു. and his soul was made a transgression. ദയവായി ആ തിരുവെഴുത്തൊന്ന് വായിച്ചാട്ട്. Shall we read എന്നാൽ that portion? അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട്. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നു. Yet it pleased the Lord to bruise him. He had to put in grief, and thou make his soul an offering of sin. അവനെ തകർത്ത് കളവാൻ പിതാവിന് ഇഷ്ടം തോന്നി. Father Lord was pleased to bruise him. അവന് കഷ്ടം വരുത്തി. He had put him to grief. യേശു ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് പ്രവാചകനായ യെശയ്യാവ് ഇത് പ്രവചിക്കുകയാണ്. Prophet Isaiah 700 years before birth of Jesus prophesied. എന്താണ് യേശു പറഞ്ഞത്? What did Jesus say? ഇതാ ഞാൻ വരുന്നു. Behold, I come. പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ, As it is written in the volume of the book. ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു. I come to do thy will, O God. യേശു എന്താണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്? What did Jesus teach us to pray? നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ. Thy will be done as in heaven on earth. സ്വർഗത്തിൽ ഒരുക്കിയ പദ്ധതി ഭൂമിയിൽ നിവർത്തിക്കപ്പെടണമേ. The plans which are made in heaven should be fulfilled on earth. ഗെത്സമനിയിൽ തന്റെ അവസാന നിമിഷത്തിൽ ഇങ്ങനെ പറഞ്ഞു, At the final moments at Gethsemane, ആത്മാവ് ഒരുക്കമാണ്, ജഡമോ ബലഹീനമാണ്. Jesus assured the spirit is willing but the body is weak. പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ ആത്മാവ് ഒരുക്കമാണ്. The spirit is ready to do the Father's will. പക്ഷേ അത് നിവർത്തിക്കപ്പെടുവാൻ ജഡം ബലഹീനമാണ്. But to be fulfilled the flesh is weak. അപ്പോൾ പിതാവ് ഒരു ദൂതനെ അയച്ച് അവനെ ശക്തീകരിച്ചതായിട്ടാണ് ബൈബിൾ പറയുന്നത്. And we see that the Lord sent an angel and strengthened him. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. Jesus is teaching us to pray. പിതാവേ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. O Father, hallowed be thy നീ name. നീതിമാനായ ദൈവമാണ്. Because thou art a righteous നീ one. കരുണയുള്ള ദൈവമാണ്. Thou art kindful, നീ Lord. സ്നേഹസ്വരൂപനായ ദൈവമാണ്. Thou art a loving God. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ.
hallowed be thy name. അത് ക്രൂശിൽ വിശുദ്ധീകരിക്കപ്പെടുകയാണ്. And it is saying hallowed on the cross. രണ്ടാമത് എന്താണ് പറയുന്നത്? What's the next thing? നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാക്കണമേ. Let thy will be done on earth as it is in heaven. എന്ത് പദ്ധതിയോടുകൂടെയാണ് സ്വർഗം യേശുവിനെ ഭൂമിയിൽ അയച്ചിരിക്കുന്നത്? With what purpose has Jesus been sent into this world? അത് നിവർത്തിക്കപ്പെടണമേ. It should be fulfilled. യേശു എല്ലാ ദിനവും പ്രാർത്ഥിച്ചിരുന്നു. Jesus prayed it every പിതാവേ, day. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. Father, I come to do thy will. പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ As it is mentioned in the volume of the ഇതാ book. നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരികയാണ്. Lo, I come to do thy will. എന്താണ് യിശയ്യാവ് പറഞ്ഞത്? What did prophet Isaiah അവനെ say? തകർത്ത് കളവാൻ പിതാവിന് ഇഷ്ടം തോന്നി. Yes, the Lord was pleased to bruise him. അവന് കഷ്ടം വരുത്തി. He had put him to grief. അവന്റെ പ്രാണനെ ഒരു അകൃത്യയാഗമാക്കി തീർത്തു. Thou made his soul an offering for sin. അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റു. And he was afflicted because of our നമ്മുടെ transgressions. പാപങ്ങൾ നിമിത്തം അവൻ തകർന്നുപോയി. And because of our sin, he was broken. അവൻ അനേകരുടെ പാപങ്ങളെ വഹിച്ച് ക്രൂശിൽ കയറി. He bore the sins of many and climbed the cross. പിതാവ് ഒരുക്കിയ ആ പദ്ധതി അല്ലെങ്കിൽ ദൈവ ഇഷ്ടം ക്രൂശിൽ നിറവേറി. And the will of the Father was fulfilled on the cross. മൂന്നാമതായി യേശു ആവശ്യപ്പെടുന്നത്, And the third thing what God is asking, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ when you pray, നിങ്ങൾ ഇങ്ങനെ പറയുവീൻ, you should utter like this: പിതാവേ, നിന്റെ രാജ്യം വരേണമേ. Let thy kingdom come. ഒന്ന്, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. One, hallowed be thy name. രണ്ട്, നിന്റെ ഇഷ്ടം സ്വർഗത്തിൽ ഒരുക്കിയതുപോലെ ഭൂമിയിൽ നിവർത്തിക്കപ്പെടണമേ. Two, let thy will as it is in heaven be fulfilled on earth. ഇപ്പോൾ മൂന്നാമതായി യേശു പറയുന്നു, Thirdly, now Jesus utters, നിന്റെ രാജ്യം വരേണമേ. let thy kingdom come. ഒന്ന് വായിച്ചാട്ടെ. Shall we read? നിന്റെ രാജ്യം വരേണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise be to the name of the Lord. ഇവിടെ പ്രധാനമായ 3 കാര്യങ്ങളാണ്. Three things of great importance. നമ്മുടെ പഠന സൗകര്യത്തിന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അത് മാറ്റി പറഞ്ഞെന്നേ ഉള്ളൂ. Just because of our convenience, we made it here ഒന്നാമത്, there. പിതാവിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. One, the name of the Father should be hallowed. രണ്ട്, അവന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണം. Two, his will should be as in heaven on ഇപ്പോൾ earth. യേശു എന്താണ് ആവശ്യപ്പെടുന്നത്? Now what is Jesus asking? യേശു പറയുകയാണ്, നിന്റെ രാജ്യം വരേണമേ. Jesus is saying, let thy kingdom യേശു come. ഭൂമിയിൽ ഇരിക്കുമ്പോൾ യേശുവിന്റെ പ്രഭാഷണത്തിൽ യേശു പറഞ്ഞു, In the sermon of Jesus on the mount, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കൊണ്ട് മാനസാന്തരപ്പെടുവീൻ. repent ye, for the time is come and the kingdom of God is at hand. അപ്പോൾ സ്വർഗരാജ്യം ഭൂമിയിലേക്ക് വരുന്നു, അതിന്റെ കാലം സമീപിച്ചു എന്ന് യേശു പറയുകയാണ്. Therefore Jesus is revealing that the time has come and the kingdom of God is going to be revealed. ഈ ദൈവരാജ്യം എന്ന വിഷയത്തിന്റെ ആഴങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ When we go into the depth of the word, the kingdom of God, വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ദൈവരാജ്യത്തെ നമുക്ക് 3 ഭാഗങ്ങളായി തിരിച്ചു പഠിക്കാം. on the basis of the Holy Bible, we can divide this God's kingdom into 3. ഒന്നാമത്തെ ദൈവരാജ്യം അതൊരു ആത്മീക ദൈവരാജ്യമാണ്. The first kingdom of God is a spiritual kingdom of God. യേശു പറയുകയാണ്, Jesus is saying, സ്വർഗരാജ്യം ശക്തിയോടെ ഇറങ്ങി വരുന്നത് കാണുവോളം until you see the kingdom of God descending with power, നിങ്ങളിൽ ചിലർ മരിക്കത്തില്ലെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. verily, verily, I say unto you, many shall not sleep. അപ്പോൾ സ്ലീഹന്മാർ പരസ്പരം തുറിച്ചു നോക്കി. So the disciples stared to one another. യേശു സ്വർഗരാജ്യം വരുവോളം ജീവിച്ചിരിക്കുമോ? Will we all live until the coming of the kingdom? എന്തായിരുന്നു ആ സ്വർഗരാജ്യം? What was that kingdom? യേശു സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ അടുക്കൽ പോകുമ്പോൾ After the ascension and going to the Father's യേശു place, പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. Jesus said, it's of benefit if I go. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരത്തില്ല. If I do not go, the comforter wouldn't ഞാൻ come to പോയി you. പിതാവിനോട് അവനെ വാങ്ങി നിങ്ങൾക്ക് അയച്ചു തരാം. I shall go and buy him and give it unto you. അങ്ങനെ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നു. And that's how Holy Spirit came to this world. ഈ സ്വർഗരാജ്യം ഭൂമിയിൽ വന്ന് ഇറങ്ങുന്നതിന് മുൻപ് Before this kingdom of God descending to earth, നിങ്ങളിൽ ചിലർ മരിക്കുമെന്ന് യേശു പറഞ്ഞു. Jesus said some would die.
അത് യൂദായെക്കുറിച്ചായിരുന്നു. It was about Judas. അവൻ അന്തിമത്താഴത്തിൽ പങ്കാളിയായെങ്കിലും Though he was partaker of the Lord's Supper, പെന്തക്കോസ്താളിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ ഇറങ്ങി വരും മുൻപേ അവൻ മരിക്കേണ്ടി വന്നു. before the coming of the kingdom of God on the day of Pentecost, he had to എന്നാൽ die. അവരിൽ ചിലർ ജീവനോടെ അവശേഷിച്ചു. But the remaining was yet alive. യേശു പറഞ്ഞു, Jesus said, ഉയരത്തിൽ നിന്ന് ശക്തി വരുവോളം until the power descends from above, നിങ്ങൾ യെരൂശലേം വിട്ടു പോകരുത്. you should not leave Jerusalem. സ്വർഗ്ഗരാജ്യം ശക്തിയോടെ ഭൂമിയിൽ ഇറങ്ങി വരും. Kingdom of God shall descend with great power. അത് ഇന്നാണ് സംഭവിച്ചത്. When did that happen? പെന്തക്കോസ്ത് പെരുന്നാളിന്റെ ദിവസം. On the day of the feast of പഴയ Pentecost. നിയമ ഇസ്രായേലിന്റെ ചരിത്ര പശ്ചാത്തലം നാം പഠിക്കുമ്പോൾ When we study the historical background of Israelites, മോശ മുഖാന്തരം ഇസ്രായേലിന് ദൈവം കൊടുത്ത പ്രമാണത്തിൽ in the law given by Moses to Israel, അതിപ്രധാനമായ 3 പെരുന്നാളുകൾ അവർക്കുണ്ടായിരുന്നു. there were 3 feasts of much great importance. അതിലെ ഒന്നാമത്തേത് പെസഹ പെരുന്നാളായിരുന്നു. The first among it was the അത് Passover feast, ഇസ്രായേൽ കർക്കശമായി പാലിച്ചിരുന്നു. and they followed it very ആ keenly. പെസഹ പെരുന്നാളിന് ശേഷം After that Passover feast, 50 ദിവസം കഴിയുമ്പോൾ after the 50 days, അവർക്കൊരു പെന്തക്കോസ്ത് പെരുന്നാൾ ഉണ്ടായിരുന്നു. they had the feast of Pentecost. മൂന്നാമത് കൊടുത്തിരിക്കുന്ന പെരുന്നാൾ And the third feast, അത് കൂടാര പെരുന്നാളായിരുന്നു. it was the feast of the tabernacle. ഒന്നാമത് പെസഹ പെരുന്നാൾ, One is the feast of the Passover, രണ്ടാമത് പെന്തക്കോസ്ത് പെരുന്നാൾ, 2 is the feast of Pentecost, മൂന്നാമത് കൂടാര പെരുന്നാൾ. 3 is the feast of the tabernacle. അപ്പോൾ യേശു ക്രൂശിൽ മരിച്ച ശേഷം Therefore Jesus, when he died on the cross, 50-ാമത്തെ ദിവസം on the 50th day, പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വരികയാണ്. Holy Spirit is descending to this യേശു world. ഉയർത്ത് 40 രാവും 40 പകലും ഭൂമിയിൽ ഉണ്ടായിരുന്നു. Resurrected Jesus was on this world for 40 days and 40 nights. യേശു ഈ ലോകം വിട്ടുപോകുമ്പോൾ When Jesus departed from this താൻ world, തന്റെ ശിഷ്യന്മാരെ ചില ദൗത്യം ഏൽപ്പിച്ചു. he appointed some ministries to the നിങ്ങൾ സകല disciples. സൃഷ്ടികളോടും പ്രസംഗിക്കണം. You should speak unto all creation, വിശ്വസിക്കുന്നവനെ and to those who believe. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച എന്റെ ശിഷ്യന്മാരാക്കിക്കൊള്ളണം. You should baptize them in the name of the Father and of the Son of the Holy ഞാനോ Ghost. ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും.